ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ അയലക്കറിയാണ്. അതിനാവശ്യമായ ചേരുവകൾ: അയല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഉലുവ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, കൊടംപുളി. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായി ഒരു ചട്ടി വയ്ക്കുക. അതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത്, ഉലുവ ആവശ്യത്തിനൊന്ന് പൊട്ടി വരുന്ന സമയമാവുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരുന്ന സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് തീ ഒന്ന് കുറച്ച് വെക്കുക. കാരണം ചട്ടിക്ക് ഓൾറെഡി നല്ല ചൂടുണ്ടാവും. അപ്പം ആ ചൂടായിട്ടുള്ള ചട്ടിയിൽ നമ്മൾ പെട്ടെന്ന് പൊടികൾ ഇടുകയാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ തീ ഒന്ന് കുറച്ച് ആ ടെമ്പറേച്ചർ ഒന്ന് കൺട്രോളായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ടെമ്പറേച്ചർ നമ്മളുടെ കൺട്രോളിൽ തന്നെ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊടി ഞാൻ പറഞ്ഞതുപോലെ ഓവറായിട്ട് റോസ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും പോകുന്നൊരു ചാൻസിലോട്ട് വരും. ഈ സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചേർക്കുന്നില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം പൊടികളെല്ലാം അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് പൊടികളെല്ലാം ഒന്ന് കുക്കായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണത്തിലോട്ട് വരുന്ന സ്റ്റേജ് ആവുമ്പം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്ത വെള്ളം കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും വെള്ളം ചേർക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് ബ്ലെൻഡായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കുക. കൊടംപുളി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കറി ആവശ്യത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങ അരപ്പ് എല്ലാ ഭാഗത്തിലും എത്തുന്നത് പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് വരാൻ വേണ്ടി നമ്മളൊന്ന് അടച്ച് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ കറി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കറി തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മീൻ ഓവർ കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മീനിൻ്റെ സോഫ്റ്റ്നെസ് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല റീസൺസ് ഉണ്ട്. അതുകൊണ്ട് കറി തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ കറി നല്ലതുപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പച്ച കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച കറിവേപ്പില നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണയും നല്ലതുപോലെ തൂവി കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ അയലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്.